അങ്ങനെ എന്തത് നമുക്കിവിടെ ആരാ നോക്കാൻ? അംഗീകരിച്ചു. അതെ, നമുക്കറിഞ്ഞൂടെ ഇതെല്ലാം നമ്മൾ സംസാരിക്കേണ്ട. അതെ, നമ്മളെ പറമ്പിൽ നിറയെ കാടുണ്ട്. നിങ്ങളെ പെൺപുലിയിലെ പെണ്ണുങ്ങളെല്ലാം അവിടെ വിളിച്ച് ഒരു ദിവസം ചായയും പടയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞേ, അവർക്കേ ഭയങ്കര പണിത്തിരക്ക്. അപ്പൊ പണിയില്ലാത്ത ആരെങ്കിലും നോക്കാൻ പറഞ്ഞു. പണിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കുണ്ടല്ലോ, എനിക്ക് കുറേ നേരമായിട്ട് ക്ലീറ്റോനെ ഇങ്ങനെ കാണാൻ തോന്നുമായിരുന്നു. എന്തോ ഭയങ്കരമായിട്ട് ഒരു കാണാൻ തോന്നക്കം. എന്തോ കാര്യത്തിന് അയ്യോ ഒരു കാര്യം. ചായ കുടിച്ചാ? ചായ എടുക്കട്ടെ? ചായ വേണ്ട, ചായപ്പോറന്ന് താഴ്ന്ന് കുടിച്ച് സുലുവും തമ്പിയും കൂടെ ഒരേ നിർബന്ധം ചായ കുടിക്കണം. ആണോ? ചായ മാത്രം കുടിച്ചുള്ളോ? മിച്ചറും ഉണ്ടായിരുന്നു. പക്ഷേ മിച്ചറിന്റെ കപ്പലണ്ടിയിലൊരു വകയില്ല. ചായ ആണെങ്കിൽ ഒരു വാട്ട ചായ പിന്നെ കുടിച്ച്. എന്നാ പിന്നെ നല്ല ചായ എടുക്കാം. വേണ്ടെന്നേ. കുടിക്കാം, എന്നിട്ട് എന്നെ രണ്ട് തെറി പറ. അതാണല്ലോ നിങ്ങളുടെ ശീലം, അതാണല്ലോ. നീ എന്തേലും മല ഉള്ളിൽ വെച്ച് പറയാതെ കാര്യം പറ. ഉള്ളിൽ വെച്ചൊന്നുമല്ല, അവരുടെ ബിസ്ക്കറ്റും ചായ മിച്ചറും അലുവ എല്ലാം തിന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അവരെ ചീത്ത വിളിച്ചല്ലേ? അയ്യോ, അതാടാ കാര്യം. അതേ, അനീതി കണ്ടാൽ ഞങ്ങൾ ഇടപെടും. അതാണ് ഞങ്ങളുടെ ഒരു പോളിസി. ഇനിയിപ്പോൾ അതിൽ ചായ മിച്ചർ തന്നതാണ് വിഷയമല്ല. ഇനിയിപ്പോൾ നീ ഞങ്ങൾക്ക് കൂടെ വയറ് നിറച്ച് ഭക്ഷണം തന്നിട്ട് നീ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ അതിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തും. ആ ചേച്ചി വിളിച്ചിട്ട് എന്തോരം വിഷമം പറഞ്ഞെന്നറിയോ? അതുങ്ങൾ രണ്ടും കൂടി പോണ കണ്ടപ്പോൾ ഞാൻ വയലൊക്കെ അല്ലേ കയറി വാ ചായ കുടിച്ചിട്ട് വാന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും വന്നിരുന്ന് കഴിച്ചു. എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അയാളുടെ സദാനന്ദന്റെ കൂടെ നിന്ന് ഞങ്ങളെ വേണ്ട ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. അന്നം തരണത് ആര് വിളിച്ചാലും ഞങ്ങൾ സ്വീകരിക്കും, കഴിക്കും, അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തോന്നിയാസം കാണിച്ചാൽ അതിനെതിരെ പ്രതികരിക്കും. ഞാൻ ഈ മരം എന്ന് പറയുന്നത് ആരുടെ? പ്രകൃതിയുടെ വരദാനമാണ്. അത് തന്നെത്താനെ വളർന്ന് അവിടെ ഇങ്ങനെ ഒരു പളവൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ അത് തന്നെയാണ്. അപ്പൊ അതിന്റെ ആ ചോട്ടി കൊണ്ടുവന്ന് കിണറുണ്ടാക്കി വെച്ചാൽ അത് മനുഷ്യന്റെ നിർമ്മിതിയാണ്. അത് വേറെ എവിടെ എല്ലാം വെക്കാം. അപ്പൊ അങ്ങനെ വെക്കാൻ വയ്യാത്തവര് പിന്നെ ഇതിനെ കുറ്റം പറയേണ്ട കാര്യമല്ല. ഇച്ചിരി ഇലയൊക്കെ വീഴും. പിന്നെ ഇല ഈ പറഞ്ഞ മാതിരി അത് കുടിക്കുന്നത് ഒന്നും സമ്മതിക്കൊന്നുമില്ല. കിണറ്റിന്റെ ചുറ്റുപാട് ഇതെന്താന്നറിയോ? നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് ചോരക്കെതിരെ പോരാടുന്ന കുടുംബം. കുടുംബത്തിന്റെ ചരിത്രം എന്നെ കൂടെ പറയിപ്പിക്കല്ലേ. കുടുംബത്തിന്റെ ചരിത്രം എടുത്ത ഇതേപോലെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ക്ലീറ്റോ, അവര് വെള്ളത്തിന് ചെറിയ മണം പോലും ഉണ്ട്. അവർ ആ വെള്ളമല്ലേ കുടിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. അയാളെ എരികേറ്റുന്ന വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? സാധാരണ തന്നെ നിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ എന്താ സുലു നിന്നെ വിളിച്ച് എന്തോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നല്ല വിഷമമുണ്ട്. ഈ അയലകത്ത് കിടന്നിട്ട് ഇത് ചെയ്യാൻ പാടുണ്ടോ അംഗം എന്നോട് ചോദിച്ചു. ശരിയല്ലേ അവര് പറയണത്? പിന്നെ വേണമെങ്കിൽ സുലുവിനെ വെള്ളം കുടിക്കാൻ പറ, വേണ്ടെങ്കിൽ അവരടുത്ത് ഇവിടുന്ന് വീട് മാറി പോവാൻ പറ. പിന്നെ അല്ലാതെ ഒരു വഴിയുണ്ട്. സുലിച്ചേച്ചിയും തമ്പിയണ്ണും വന്നിട്ട് ക്ലീറ്റോ മച്ചമ്പടുത്ത് ക്ഷമാപൂർവ്വം ഒരു അപേക്ഷയുടെ തരുവാണ് വേണേ ക്ഷമ പറയാൻ ആരെ നിക്കണേന്നോ. പക്ഷെ കുഴപ്പമില്ല, അതവര് തീർത്തോളും. തമ്പിയണ്ണം കാണാൻ ഇരിപ്പുണ്ട് രണ്ടിന്. അയ്യോ, ഈ കമ്പിയണ്ണ എന്ത് കമ്പിയണ്ണ? ഇവനെക്കാളും വലിയ കമ്പി നമ്മള് കണ്ടിട്ടുള്ളതാണ്. അയാൾക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ബോധവും പൊക്കണോ ഇല്ലാത്തതാണ്. പുളിച്ചത് വിളിക്കും, പുളിച്ചത് വിട്ടിട്ടുണ്ടെങ്കിൽ വളിച്ചത് ഞങ്ങൾ അങ്ങോട്ട് കാണിക്കും. പിന്നെ ഇത് ഫാമിലി കള്ളു കുടിച്ചാലേ ബോധം പോവുള്ളൂ. പക്ഷെ ഞങ്ങൾ കള്ളു കുടിക്കണ്ട, അല്ലാതെ തന്നെ അറിയാം എന്ത് പറയണമല്ല. പിന്നെ അവൻ ഈ കേരളത്തിൽ നാടകം കളിക്കൂല, അവനെ ഞങ്ങൾ പൊളിക്കും. അത് നടക്കത്തില്ല. ഒരു മാസത്തിൽ ഒരു കളികള് പിന്നെ പഞ്ചായത്തിൽ പോലും കിട്ടത്തില്ല. എവിടെ പോയി പൊളിക്കും? അല്ല, അടുത്ത പഞ്ചായത്തിൽ പോവുമല്ലോ. അല്ല, അങ്ങനെ വേണമെങ്കിൽ അവന്റെ കല അവന് മര്യാദയ്ക്ക് നാടകം കളിക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും തല്ലിക്കൊല്ലും. ആയിക്കോട്ടെ. അപ്പൊ റീത്ത് വാങ്ങിച്ച് നീ അങ്ങ് വെച്ചാരാ എന്റെ നെഞ്ചത്ത്. അതിനെങ്കിലും ഞാൻ പൈസ ചെലവാക്കും.